അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 3 ഓറഞ്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 3 ഓറഞ്ചാണ്. മീഡിയം സൈസ് ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു 4 ഓറഞ്ച് വരെ എടുക്കാം. ഇനി ഓറഞ്ചിന്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഓറഞ്ചിന്റെ ആ വെള്ള ഭാഗമൊന്നും എടുക്കരുത്, എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാകും. ഈ പുറമേ ഉള്ള ആ ഓറഞ്ച് നിറത്തിലുള്ള തൊലി മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വെള്ള ഭാഗം എടുക്കരുത്, എന്നാൽ പിന്നെ കയ്പ്പ് രസം ഉണ്ടാവും. ഇപ്പോൾ ഓറഞ്ച് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഓറഞ്ചിന്റെ വെള്ള ഭാഗം വരാത്ത രീതിയിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓറഞ്ച് തൊലി നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത് 1 ടീസ്പൂൺ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഓറഞ്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതും വാടിയ ഓറഞ്ച് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കയ്പ്പ് രസം ഉണ്ടാവും. അതുണ്ടാവാതിരിക്കാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് നോക്കി എടുക്കാം. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ഓറഞ്ച് ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഒന്നുകിൽ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഹാൻഡ് ജ്യൂസർ ഉണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് ഈ ഓറഞ്ച് ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഒരു ഓറഞ്ച് ഫുള്ളായിട്ട് ഇതാ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഒരു ഓറഞ്ച് കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. 2 ഓറഞ്ചാണ് നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നത്. ഇനി നമ്മൾ പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. ഓറഞ്ച് ജ്യൂസ് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പാണ് ഇതാ കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ 2 ഓറഞ്ച് അല്ലേ ജ്യൂസ് എടുത്തിട്ടുള്ളത്, ബാക്കി ഒരു ഓറഞ്ച് ഉണ്ട്. അതിന്റെ തൊലിയെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഓറഞ്ചിന്റെ തൊലിയെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്തുള്ള ആ നാരും തൊലിയും ആ കുരുവെല്ലാം മാറ്റാം. ഇപ്പൊ ഞാൻ ഇതിനായിട്ട് ഒരു ചെറിയ ഓറഞ്ചാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. വലിയ ഓറഞ്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതിയാകും. എന്നിട്ട് അതിന്റെ അല്ലിയുടെ കുരുവും തൊലിയെല്ലാം മാറ്റി ഇതാ എടുത്തിട്ടുണ്ട്. രൂപത്തിലാണ് കിട്ടുന്നത്. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. അഥവാ ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം മുട്ട എടുക്കാൻ. ഇനി ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഹൈ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഹൈ സ്പീഡിൽ 30 സെക്കൻഡ് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ച് പതപ്പിച്ചെടുത്ത മുട്ടയിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലത്തെ ഒരു അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിന്റെ അളവിനനുസരിച്ചായിരിക്കണം ബാക്കിയെല്ലാം അളന്നെടുക്കേണ്ടത്. വീണ്ടും ഇത് ഒരു 30 സെക്കൻഡ് ഹൈ സ്പീഡിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി പരുവത്തിലാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ച ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടാണ് ബാക്കി ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല മധുരമുള്ള ഓറഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയാവും. ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. പഞ്ചസാര എല്ലാം അലിഞ്ഞ് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ലോണം ഇതാ തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. മിക്സിംഗ് ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാവ് ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കാം.
ഇതാ ഒന്ന് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്ത മുട്ടയുടെ മിക്സ് മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് കേക്കാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു നല്ലൊരു ഓറഞ്ച് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ഡ്രോപ്പ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഓറഞ്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വീഡിയോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാതെ വേണം ചെയ്യാനായിട്ട്. 1 ഡ്രോപ്പ് ഓറഞ്ച് ഫുഡ് കളർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് തൊലി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണാണ്. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഓറഞ്ച് അല്ലിയുടെ തൊലിയൊക്കെ മാറ്റി അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഒരു 1/4 കപ്പ് ഉണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പം നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കുക്കറാണ്. ഇനി ഈ കുക്കറിന്റെ എല്ലാ ഭാഗത്തും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കോരി ഒഴിച്ച് എണ്ണ ബ്രഷ് ചെയ്യണ്ട. ചെറിയൊരു രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എണ്ണ അതാ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ ഈ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിക്കുടഞ്ഞ് എടുത്താൽ മതിയാകും. ഇനി ഇതിൻ്റെ പുറത്തും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കറിന്റെ ലിഡ് മൂടി കൊടുക്കാം. ഇനി അടച്ചു കൊടുക്കാം. കുക്കറിന്റെ ലിഡിന്റെ വെയിറ്റ് മാത്രം എടുത്ത് മാറ്റിയാൽ മതി. ഇപ്പൊ ഞാൻ ഇതുപോലത്തെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പിന്റെ ഒരു ദോശക്കല്ല് എടുത്താലും മതി. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കുക. ഇപ്പൊ ഞാൻ ഇതുപോലത്തെ ഒരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പഴയ പാൻ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതിയാവും. അപ്പോൾ മാവൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്നില്ലേ, നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വേണം ഈ പാൻ ചൂടാക്കാൻ വെക്കാനായിട്ട്. ഇപ്പൊ പാൻ 5 മിനിറ്റ് ചൂടായിട്ടുണ്ട്. ഇതിന്റെ പുറത്ത് വേണം നമ്മുടെ കുക്കർ ഇറക്കി വെക്കാൻ. കുക്കർ ഇതാ പാനിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് ഇതാ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ ടൂത്ത് പിക്ക് ഇതാ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. അപ്പം മാവ് ഈ ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ കുക്കർ മൂടി വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. നമ്മൾ ചൂട് പാനിൽ നിന്നും കുക്കർ പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് സമയമായി. ഇപ്പൊ കേക്കെല്ലാം നല്ലതുപോലെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിന്റെ സൈഡൊന്നും വിടിയിക്കേണ്ട ആവശ്യമില്ല, എല്ലാം വിട്ടതാ വന്നിട്ടുണ്ട്. നിളകി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. നല്ലൊരു മണമാണ് ഈ കേക്കിന്. നമ്മൾ കുക്കർ തുറക്കുമ്പോൾ ആ ഓറഞ്ചിന്റെ ഒക്കെ നല്ലൊരു മണമാണ്. അപ്പൊ നമ്മളിതിൽ ഓറഞ്ച് തൊലി ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു മണമാണ് ഇതിന്. അപ്പൊ ഇതാ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കിന്റെ പുറത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഈ കുക്കർ ഒന്ന് കമഴ്ത്തി കൊടുക്കാം. അടിയിലൊന്നും പിടിക്കാതെ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, കുക്കർ കേക്കൊന്നും അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ കേക്ക് അടിക്കൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കരിഞ്ഞൊന്നും പോകാതെ നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്തുള്ള ബട്ടർ പേപ്പർ ഒന്ന് ഇളക്കി മാറ്റാം.
കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി കേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ കണ്ടില്ലേ, കേക്ക് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഈ കേക്കിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. നിറച്ചും ടൂത്ത് പിക്ക് കൊണ്ട് അതാ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഓറഞ്ച് കേക്ക് കുറച്ചും കൂടെ സൂപ്പർ ആകുന്നത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച ഓറഞ്ച് സിറപ്പാണ്. അത് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എല്ലാ ഭാഗത്തും ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ചൂട് മാറിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് സമയമെടുത്ത് വേണം ഇത് ഒഴിക്കാൻ. ബാക്കി ഫുള്ളായിട്ടങ്ങ് ഒഴിച്ചിട്ടെടുക്കും. ഇനി കുറച്ചേ ഉള്ളൂ. കുറച്ച് സമയമെടുത്ത് വേണം ഒഴിക്കാനായിട്ട്. ഒരുമിച്ച് അങ്ങെടുത്ത് ഒഴിക്കരുത്. ഇതിന്റെ പുറത്തൊന്നും ആകാതെ കേക്കിന്റെ പുറത്ത് മാത്രം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതാ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കേക്കിൽ ഈ ഓറഞ്ചിന്റെ സിറപ്പ് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ചിരിക്കാം. ഇത് പുറത്ത് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതെല്ലാം ഒന്ന് സെറ്റായി കിട്ടട്ടെ. നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഓറഞ്ച് സിറപ്പൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. പുറത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയോ ചെയ്യാവുന്നതാണ്. ഓറഞ്ചിന്റെ സിറപ്പ് ഒഴിച്ച് വെച്ചിട്ട് അരമണിക്കൂർ ഇതാ വെച്ചിട്ട് ഇതാ എടുത്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തും വെക്കാവുന്നതാണ്. നമ്മൾ ഓറഞ്ചിന്റെ സിറപ്പ് ഒഴിച്ചതിന് ശേഷം അരമണിക്കൂർ മുതൽ ഒരു ദിവസം വരെ വെക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട് ഉണ്ടല്ലേ. ഇനി ഈ വശവും ഒന്ന് കട്ട് ചെയ്യാം. അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. മുറിച്ചെടുത്ത പീസ് ഇതാ എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. ആ ഓറഞ്ചിന്റെ സിറപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് ഇതാ കുതിർന്നിരിപ്പുണ്ട്. ഇത് നമുക്ക് പുറത്തൊരു ദിവസം വെക്കാം. ഫ്രിഡ്ജിലാണ് കുറച്ച് ദിവസം കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. പുറത്ത് ഒരു ദിവസമൊക്കെ വെച്ചാൽ മതിയാവും. നമ്മളിതിൽ ഓറഞ്ച് സിറപ്പൊക്കെ ഒഴിച്ചിട്ടുള്ളതല്ലേ. നല്ല കുതിർന്ന് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഓറഞ്ചിന്റെ ആ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓവനോ കേക്ക് ടിന്നോ വലിയ പാത്രങ്ങളോ കടായിയോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്ന ചെറിയൊരു കുക്കർ മാത്രം മതി. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല കുതിർന്ന് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. മുറിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഓറഞ്ച് വില കുറവുള്ള സമയമാണ്. ഈ സമയം നിങ്ങൾ ഒരു പ്രാവശ്യം ഓറഞ്ച് വെച്ചിട്ട് ഇതുപോലെ കുക്കറിൽ കേക്ക് തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്